ഒരു ദേവാലയത്തിൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത് എപ്പോഴും എത്രമാത്രം വിശുദ്ധിയോടുകൂടി നമുക്ക് ദേവാലയത്തെ വേർതിരിക്കുവാനായിട്ടിടയായിട്ട് തീരുന്നു എന്നുള്ളതിൽ അടങ്ങിയിരിക്കുന്നതായിട്ടുള്ള വസ്തുതയാണ്. അപ്രകാരം ദൈവസ്ഥാനത്തിൽ നാം ചേർന്ന് വരുന്നതായിട്ടുള്ള അവസരത്തിലെല്ലാം തന്നെ ദേവാലയത്തിൽ ലോകത്തിൻ്റെ വാർത്തകൾ പറയുന്നതിനായിട്ടില്ല, പിന്നെ ദൈവസ്ഥാനത്തെ അനുഭവിക്കുന്നതിനും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ കുറവുകളെയും കുറ്റങ്ങളെയൊക്കെ ഏറ്റുപറയുന്നതിനും ദൈവസ്ഥാനത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങളൊക്കെ പ്രാപിക്കുന്നതിനിടയായി തക്കവണ്ണം ഇവിടെ ഇടവയിൽ വന്നു ചേരുന്നതായിട്ടുള്ള എല്ലാ അവസരങ്ങളിലും അപ്രകാരം ഈ ഇടവയുടെ പരിസരത്തെ പ്രത്യേകമായിട്ട് കാത്ത് സൂക്ഷിക്കണം എന്നതുകൂടി ഈ അവസ്ഥ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഒരു ഇടവയിൽ നാം വന്നു ചേരുന്നതായിട്ടുള്ള അവസരത്തിൽ ഇടവ പള്ളിയിലെ ദൈവത്തെ ആരാധിക്കുക എന്ന് നാം പറയാറുണ്ട്. നമ്മുടെ കൂദാശകളുടെ അനുഷ്ഠാനമെല്ലാം ഈ ദേവാലയത്തിലാണ് നടത്തപ്പെടുകയും ചെയ്യുന്നത്. ദൈവസന്നിധിയിൽ ചേർന്ന് വരുന്ന അവസരത്തിൽ പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ ഓർക്കുന്നതിനായിട്ടുണ്ട്. ഒന്ന്, ദൈവസന്നിധിയിൽ നാം ചേർന്ന് വരുമ്പോഴാകുന്നു ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധ കുർബാന സ്വീകരിച്ച കർത്താവുമായിട്ടുള്ള അഭേദ്യമായുള്ള ബന്ധത്തിലേക്ക് പ്രവേശിക്കുവാൻ കൊണ്ട് നമുക്ക് ഇടയായിട്ടെത്തുന്നത്. എന്നിൽ വസിപ്പിയും ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിനെ മുന്തുകളിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായിട്ട് ഫലം കായ്ക്കാൻ കഴിയാത്തതുപോലെ നിങ്ങൾക്കും എന്നിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കുവാൻ കഴിയുകയില്ല എന്ന് കർത്താവ് പറഞ്ഞത് പ്രത്യേകമായിട്ട് ഓർക്കുന്നതായിട്ടുള്ള അവസരം കൂടിയാകുന്നു. വിശുദ്ധ കുർബാനയിൽ വന്ന് സംബന്ധിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ നമുക്ക് വേണ്ടി തൻ്റെ സകലതും കാൽവറി ക്രൂശിൽ വെടിഞ്ഞ് തൻ്റെ ശരീരം മുറിച്ച് തൻ്റെ രക്തം ഒഴുക്കി നമ്മെ എല്ലാവരെയും വീണ്ടെടുപ്പിൻ്റേതായിട്ടുള്ള അനുഭവത്തിൽ, രക്ഷയുടേതായിട്ടുള്ള അനുഭവത്തിൽ നിർത്തുവാൻ തക്കവണ്ണം ദൈവം ചെയ്തതായിട്ടുള്ള വലിയ കാര്യങ്ങളെ നാം ഓർക്കുന്നതായിട്ടുള്ള അവസരം കൂടിയാണ്. അതുകൊണ്ടാണ് ദേവാലയത്തിൻ്റെ കൂദാശയുടെ അവസരത്തിലാണെങ്കിലും ദേവാലയത്തിൽ നാം ആരാധനയ്ക്ക് വരുന്നതായിട്ടുള്ള അവസരത്തിലാണെങ്കിലും തോണസ് വെച്ചിരിക്കുന്ന കുരിശിന് അഭിമുഖമായി നിന്നാണ് നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരുന്നത്. ഞാനിന്ന് ഈ ഇടവയിൽ വന്നതായിട്ടുള്ള അവസരത്തിൽ നിങ്ങളുടെ ദശാംശ സ്തോത്ര കാഴ്ചയും നിങ്ങൾ പ്രത്യേകമായിട്ട് അർപ്പിച്ചതായിട്ടുള്ള സ്തോത്ര കാഴ്ചകളൊക്കെ കാണുകയുണ്ടായി. ഞാൻ പറയട്ടെ, ഇന്ന് ഈ കാണുന്നതായിട്ടുള്ള സമൂഹത്തിലെ എല്ലാ ആളുകളും അതിനകത്ത് പങ്കെടുത്തില്ല. എന്തുകൊണ്ടാണ് എനിക്കറിയാനായിട്ട് പാടില്ല, അത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ കൊടുക്കുന്നതിൽ ഒരു താല്പര്യമുള്ളവരായിട്ട് തീരുന്നതായിട്ട് നമുക്ക് മാത്രമേ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ പ്രവേശിക്കുന്നതിനായിട്ടും കമ്മ്യൂണിയൻ റിലേഷൻഷിപ്പ് അനുഭവിക്കുന്നതിനായിട്ട് സാധിക്കുകയുള്ളൂ. മുറിക്കപ്പെടുന്നതിനായിട്ട് മനസ്സില്ലാത്തവർക്ക് അങ്ങനെ മുറിക്കപ്പെട്ടതായിട്ടുള്ള കർത്താവിനെ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. അവൻ നമുക്ക് വേണ്ടി കാൽവറിയിൽ പരമയാഗമായിട്ട് തീർന്നു എന്നത് മനസ്സിലാക്കി. കർത്താവെ, നിൻ്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ കൊണ്ടാടുന്നു, എൻ്റെ 2ാമത്തെ വരവിനായിട്ട് ഞങ്ങൾ നോക്കി പാർക്കുന്നു എന്നൊക്കെ ഈ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടി നാം പറയുന്നതായിട്ടുള്ള ഒന്നാണ്. അങ്ങനെ കൂടി ദൈവസ്ഥാനത്തിൽ പറയുന്നതായിട്ടുള്ള അവസരത്തിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ളതിനെല്ലാം മുറിച്ച് നൽകുവാൻ കൊണ്ടുള്ള താല്പര്യം നമ്മൾ വർദ്ധിച്ചു വരേണ്ടത് ആവശ്യമാണ്. കർത്താവ് ദേവാലയത്തിലായിരുന്ന അവസരത്തിൽ ഒരു വിധവയായിട്ടുള്ള സ്ത്രീയെ ദേവാലയത്തിൽ വന്ന് തൻ്റെ ഉപജീവനത്തിലുണ്ടായിരുന്ന ഒരു തുക അവിടെ ഭണ്ഡാരത്തിലിട്ടത് കർത്താവ് കാണുകയും ഇവിടെ ഇട്ട എല്ലാവരേക്കാളും അധികമായിട്ട് അവൾ ഇട്ടു എന്നത് കർത്താവ് പറയുകയും ചെയ്യുന്നു. എത്ര ഇട്ടു എന്നുള്ളതിനേക്കാളൊക്കെ ഉപരിയായി എൻ്റെ ഉദ്ദേശത്തോടു കൂടി എത്ര നമുക്ക് ദൈവം തന്നതല്ല അനുഗ്രഹങ്ങളുടെ പശ്ചാത്തലത്തിൽ ദൈവത്തെ നൽകുവാനായിട്ട് കഴിഞ്ഞു എന്നതാണ് പ്രാധാന്യം അറിയിക്കുന്നതായിട്ടുള്ള വസ്തുത. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ചേർന്ന് വരുന്നതായിട്ടുള്ള അവസ്ഥ എല്ലാം നാം ഓർത്തിരിക്കേണ്ടത് ദൈവം തന്നിട്ടുള്ള അനുഗ്രഹങ്ങളല്ലാതെ യാതൊന്നും തന്നെ നമുക്കില്ല. ദൈവം നമുക്ക് തന്നിട്ടുള്ളതിനെല്ലാം വിഭജിച്ച് കൊടുക്കുവാനായിട്ടുള്ളതാണ്. അപ്പോഴാണ് അനുഗ്രഹമായിട്ട് തീരുന്നത്. മറ്റുള്ളവർക്ക് നൽകുന്നതിലൂടെ അനുഗ്രഹത്തെ കണ്ടെത്തുവാൻ സാധിക്കുന്നതായുള്ള രംഗം നമ്മളുടെ ജീവിതത്തിൽ, നമ്മളുടെ ഇടവക ജീവിതത്തിൽ സംജാതമായി തീരുവാൻ്റെ കോണം പ്രത്യേകമായിട്ട് താല്പര്യപ്പെടേണ്ടത് ആവശ്യമാകുന്നു എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. അതുകൊണ്ട് ഒന്നാമത്തെ ദേവാലയത്തിൽ വരുന്നതായിട്ടുള്ള അവസരത്തിൽ നമുക്ക് ദൈവവുമായിട്ടുള്ള സന്തോഷവും അനുഗ്രഹങ്ങളും ഒക്കെ അനുഭവിക്കുന്നതിന് സാധ്യമായിട്ട് തീരണം. അതുകൊണ്ട് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ പ്രവേശിക്കത്തക്കോണം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതായിട്ടുള്ള ധാരാളം ആളുകൾ ഉണ്ടായിരിക്കണം. ഇന്ന് ധാരാളം ആളുകൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു എന്നത് ഞാൻ കണ്ടതായിട്ടുള്ള വസ്തുതയാണ്. അങ്ങനെ നാം പങ്കെടുക്കുന്നതായിട്ടുള്ള അവസരത്തിൽ അതിന് നമ്മെ പ്രചോദിപ്പിക്കുന്നതായിട്ടുള്ള വസ്തുത നമ്മെ തന്നെ ദൈവകരങ്ങൾ നൽകുന്നതിന് യാതൊരു മടിയുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ സമർപ്പിക്കുന്നതിന് യാതൊരു മടിയുമില്ലാതെ നമ്മെ തന്നെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി നൽകത്തക്കവണ്ണം താല്പര്യപ്പെട്ട് ജീവിക്കുന്നതല്ല അനുഭവമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. 5 2 മീനും ഉപയോഗിച്ചാണല്ലോ കർത്താവ് 5000 പേരെ പോഷിപ്പിച്ചതായിട്ട് നാം ദേവാലയത്തിൽ വേദപുസ്തകത്തിൽ വായിക്കുന്നത്. അങ്ങനെ ഒരു ബാലൻ തൻ്റെ കയ്യിൽ നിന്നെല്ലാം കർത്താവിൻ്റെ കരങ്ങൾ കൊടുക്കുന്നതിനായിട്ടും കർത്താവ് അത് വാഴ്ത്തി നൽകിയതായിട്ടുള്ള അവസരത്തിൽ അത് പങ്കിട്ട് അനുഭവിക്കുന്നതിനായിട്ടും എല്ലാവർക്കും ഇടയായിട്ട് തോന്നുന്നു. അങ്ങനെ ഇടയാകുന്നതായിട്ടുള്ളൊരു അനുഭവമാണ് നമുക്കും നമ്മുടെ ദേവാലയ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്നത് ആദ്യമായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. രണ്ടാമതായിട്ട് നമുക്ക് ഉണ്ടാവേണ്ടത്
കൂട്ടായ്മ ബന്ധമാണ്. ഒരു ക്രിസ്തീയ സഭയ്ക്ക് ഈ ലോകത്തിൽ നൽകുവാനായിട്ടുള്ള ഏറ്റവും വലിയ സാക്ഷ്യം നമ്മൾ ഒരു കൂട്ടായ്മയായിട്ട്, ഒരു ഫെലോഷിപ്പായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിക്കുന്നു എന്നുള്ളതായിട്ടുള്ള വസ്തുതയാണ്. എനിക്ക് മറ്റുള്ളതിനെ ആവശ്യമുണ്ട് എന്ന് പറയുന്നതായിട്ടുള്ള അനുഭവമാണ്. ആരും ഒറ്റയ്ക്ക് പോകുവാനായിട്ട്, ഒറ്റയ്ക്ക് ആളുകളെ മാറ്റുന്നതിനായിട്ട് നമുക്കിടയായിട്ട് തീരരുത് എന്നതാണ് അതിൽ നാം ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള വസ്തുത. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവമായുള്ള സംസർഗം അനുഭവിക്കുന്നതായുള്ള നമുക്ക് അന്യോന്യമുള്ള സന്തോഷവും സ്നേഹവും കൂട്ടായ്മയൊക്കെ അനുഭവിക്കുന്നതിനായിട്ടിടയാണ്. ഞാൻ ആയിരിക്കുന്നത് നീ കൂടെ ഉള്ളത് കൊണ്ടാണ് എന്ന് പറയുന്നതായുള്ള അനുഭവം. ഐ ആം ബിക്കോസ് ഓഫ് യു എന്ന് പറയുന്നതായുള്ള അനുഭവത്തിലാണ് നമുക്ക് വളരുവാൻ്റെ ഇടയായിട്ട് തീരേണ്ടത്. അതുകൊണ്ട് അന്യോന്യം ബന്ധപ്പെടുന്നവരായി, അന്യോന്യം ഭാരങ്ങളെ ചുമക്കുന്നവരായി, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായിട്ടുള്ള എല്ലാവരും കർത്താവിൻ്റെ അടുക്കൽ ചേർന്ന് വരുന്നവരായി കാണപ്പെടുവാനായിട്ടുള്ള ഒരു കൂട്ടായ്മ ബന്ധത്തിൽ വർദ്ധിച്ചു വരുവാൻ ഇടവയ്ക്ക് സാധ്യമായിട്ട് തീരട്ടെ എന്നതാണ് എനിക്ക് ആശംസിക്കുവാനായിട്ട് ഉള്ളത്. ദൈവം നമ്മെ ഓരോരുത്തരെയും ആക്കിയിരിക്കുന്നത് ഈ ലോകത്തിൽ ദൈവത്തിനെ പ്രയോജനകരമായിട്ട് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്രകാരം ദൈവസന്നിധിയിൽ നാം ജീവിക്കുന്നതായുള്ള അവസരത്തിൽ നമ്മളുടെ ജീവിതത്തെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് എങ്ങനെയാണ് ദൈവം തമ്പുരാൻ വാഴ്ത്തി നമ്മയെല്ലാം അനേകർക്ക് അനുഗ്രഹമാക്കി തീർക്കുന്നത് എന്നത് മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരു അവസരം നമ്മളുടെ ജീവിതത്തിൽ സംജാതമായിട്ട് തീരണം. പ്രൊഫസർ MK സാനു സാറിനെ കുറിച്ച് വായിച്ചതായിട്ടുള്ള അവസരത്തിൽ ഇപ്രകാരം ഞാൻ മനസ്സിലാക്കുകയുണ്ടായി. സാറിൻ്റെ ജീവിതം എന്ന് പറയുന്നത് തൻ്റെ ഒരു ജീവിതം കൊണ്ട് തന്നെ സമർപ്പിച്ചതായിട്ടുള്ള അവസരമാണ്. തൻ്റെ ഈ ലോക ജീവിതത്തിൽ ഈ ലോകത്തെ ഇന്നായിരിക്കുന്നതിൽ നിന്ന് മെച്ചമായുള്ള നിലയിലേക്ക് ആക്കി തീർക്കണമെന്നുള്ളതാണ് ആഗ്രഹമൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിന് ആവത് അദ്ദേഹം ചെയ്യുകയും ചെയ്തു. എന്നാൽ തൃപ്തികരമായിട്ട് തീർന്നില്ല എന്ന് മനസ്സിലാക്കിയതായിട്ടുള്ള അവസരത്തിൽ അദ്ദേഹം പറഞ്ഞു, എൻ്റെ പിന്നാലെ വരുന്നതായുള്ള ആളുകളുടെ യുവജനങ്ങളിലൂടെ ഈ ദേശവും ചുറ്റുപാടുമുള്ള സമൂഹവും ഒക്കെ കൂടുതൽ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീരണം എന്നത് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് എൻ്റെ അന്ത്യ വിശ്രമ സ്ഥാനം അതിന് ഉപകരിക്കട്ടെ എന്നതാണ് പറയുന്നത്. ഈ ലോകത്തിൽ ഞാൻ ജീവിച്ചു, അനേകർക്ക് ഗുരുവായിട്ട് തീർന്നു, അനേക കൃതികളൊക്കെ രചിക്കുന്നതിനിടയായിട്ട് തീരുകയും ചെയ്തു, തൻ്റെ വിശ്വാസം എന്തെന്ന് ലോകത്തിൽ അറിയുന്നതിനൊക്കെ ഇടയായിട്ട് തീർന്നു. എന്നാൽ ഈ ലോകത്തെ ഉദ്ധരിക്കുവാൻ്റെ കൊണ്ട് എൻ്റെ ജീവിതത്തിൽ സാധ്യമായിട്ട് ഞാൻ ആഗ്രഹിച്ച പോലെ സാധിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കണം അദ്ദേഹം പറയുന്നത്. എൻ്റെ അന്ത്യ ശവകുടീരമെങ്കിലും വിശ്രമസ്ഥാനമെങ്കിലും അതിനായിട്ട് ഈ ലോകത്തെ പ്രചോദിപ്പിക്കുന്നതിനിടയായിട്ട് തീരണം എന്നത് അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. അദ്ദേഹം ഡോക്ടർ സോമവെലിനെ കുറിച്ച് പറഞ്ഞതായുള്ളൊരു വേദഭാഗവും കൂടി ഞാൻ അടുത്ത സമയത്ത് വായിക്കുകയുണ്ടായി. ഡോക്ടർ സോമവെൽ നെയ്യൂർ പ്രദേശത്തെ വന്ന് ശുശ്രൂഷ ചെയ്തതായിട്ടുള്ള സാഹചര്യത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. തൻ്റെ പിതാവ് അവിടേക്ക് വരികയും ആ പിതാവ് വില്യം സോമവെൽ നെയ്യൂരിൽ ഒരു LMSൻ്റെ ട്രഷറായിട്ട് ശുശ്രൂഷ അനുഷ്ഠിക്കുകയും ചെയ്യുന്നതായുള്ള കാലഘട്ടം. ലണ്ടനിലെ നല്ല വിദ്യാഭ്യാസമൊക്കെ ലഭിച്ചതായുള്ള FRCSും LRCPയും ഒക്കെ വാങ്ങി എൻ്റെ ജീവിതത്തിൽ ഉന്നത സ്ഥാനത്തെ പ്രവേശിച്ചതായുള്ള സോമവെൽ ആ ജീവിതത്തിൽ ആഗ്രഹിച്ച് എനിക്ക് എവറസ്റ്റ് കയറുവാനായിട്ട് സാധിക്കണം, വലിയ കൊടുമുടി കയറുവാനായിട്ട് സാധിക്കണം. അതിനായിട്ട് അദ്ദേഹം ഇന്ത്യയിൽ വന്ന് എവറസ്റ്റ് കയറുവാനായിട്ട് ശ്രമിച്ചതായുള്ള അവസരത്തിൽ അദ്ദേഹത്തിന് അത് സാധിച്ചില്ല. കാരണം ഭയങ്കരമായിട്ടുള്ള മഞ്ഞ് വീഴുന്നതായുള്ള അവസരമായിരുന്നു. അങ്ങനെ മഞ്ഞ് വീണതായുള്ള സാഹചര്യത്തിൽ കുറച്ച് കയറാനായിട്ട് സാധിച്ചു. പക്ഷെ അവിടെ നിന്ന് നിർത്തിയിട്ട് മടങ്ങിപ്പോകേണ്ടതായിട്ട് വന്നു. ഇന്ത്യയിൽ വന്നുവല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ തൻ്റെ മാതാപിതാക്കളെ കാണുന്നതിനായിട്ട് അദ്ദേഹം മാതാപിതാക്കളുടെ അടുത്തേക്ക് പോവുകയുണ്ടായി. മാതാപിതാക്കളുടെ അടുത്ത് ചെന്ന അവസരത്തിൽ പിതാവ് അദ്ദേഹത്തെ ആദ്യം കൂട്ടിക്കൊണ്ടുപോയത് താൻ ശുശ്രൂഷ ചെയ്യുന്നതായുള്ള ആശുപത്രിയിലേക്കാണ്. ഒരു ഡോക്ടർ സർജറി കഴിഞ്ഞിട്ട് എപ്പോഴാണ് തിരിച്ചു വരുന്നതെന്ന് കാത്ത് ഇരിക്കുന്നതായുള്ള 100ഓളം ആളുകൾ അവിടെ കണ്ടതായിട്ടുള്ള അവസരത്തിൽ സോമവെൽ തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. തനിക്ക് മടങ്ങിച്ചെല്ലുന്നതായിട്ടുള്ള അവസരത്തിൽ അവിടെ ഒരു ഡോക്ടറായിട്ട് അസിസ്റ്റൻറ്റ് ഡോക്ടറായിട്ടൊക്കെ പ്രവർത്തിക്കുവാൻ്റെ കോണം ഒരു ജോലി സ്ഥാനമൊക്കെ കണ്ടെത്തിയിരിക്കുന്നതായുള്ള അവസരത്തിലാണ് ഡോക്ടർ സോമവെൽ ഈ നെയ്യൂരിൽ വന്ന് ഇതെല്ലാം കാണുന്നതായിട്ടുള്ള സാഹചര്യം. അവിടെ ചെന്നതായുള്ള അവസരത്തിൽ അദ്ദേഹം തൻ്റെ ജോലി രാജിവെച്ചതിന് ശേഷം ദൈവനിയോഗം സ്വീകരിക്കുകയാണ്. എനിക്ക് ഇവിടെ വന്ന് പാവപ്പെട്ട ആളുകളുടെ ഇടയിൽ ശുശ്രൂഷ അനുഷ്ഠിക്കണം. അങ്ങനെ അദ്ദേഹം ഈ ലോകത്തിലേക്ക് വരികയും ശുശ്രൂഷ അനുഷ്ഠിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു തുടങ്ങിയത് MK സാനു സാറിനെ കുറിച്ചാണ്.
MK സാനു സാറിൻ്റെ പിതാവ് ഒരു രോഗിയായിട്ട് തീർന്നതായുള്ള സാഹചര്യത്തിൽ സോമവെൽ ഡോക്ടറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുവാനായിട്ട് സാനു സാറെ ആഗ്രഹിച്ച് അവിടെ കൊണ്ടുപോയി. ഡോക്ടർ സോമവെൽ തന്നെ അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് ശുശ്രൂഷിച്ചു, സൗഖ്യമാക്കിയ അവസരത്തിൽ സോമവെലിൻ്റെ കാറിൽ തന്നെ കയറ്റി പിതാവായിട്ടുള്ള കേശവനെ ആലപ്പുഴയിലെ ഭവനത്തിൽ കൊണ്ടുപോയി വിടുകയാണ്. അങ്ങനെ വിട്ടതായിട്ടുള്ള അവസ്ഥയിൽ കൈകൂപ്പി എന്നുകൊണ്ട് ആ പിതാവ് പറയുകയാണ്, കേശവൻ പറയുകയാണ്, എനിക്ക് മടക്കി തരുവാനായിട്ട് യാതൊന്നും തന്നെ ഇല്ലല്ലോ. അത് കേട്ടതായിട്ടുള്ള അവസ്ഥയിൽ ഡോക്ടർ സോമവെൽ പറഞ്ഞു, ഈ കാണുന്നതായിട്ടുള്ള കുരിശുണ്ടല്ലോ, ഈ കുരിശിൽ മരിച്ചതായുള്ള കർത്താവായ യേശു ക്രിസ്തുവാണ് നിങ്ങൾക്ക് സൗഖ്യം നൽകിയത്. ഞാൻ അതിലൊരു ഉപകരണം മാത്രമേ ആയിട്ട് തീരുന്നുള്ളൂ. ദൈവം എന്നെ എടുത്ത് ഉപയോഗിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ദൈവത്തിൻ്റെ കാര്യങ്ങളിടങ്ങി ഉപകരണങ്ങളായി തീർന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ആവശ്യമായുള്ള സൗഖ്യവും ആരോഗ്യമൊക്കെ വീണ്ടെടുക്കുവാൻ്റെ കൊണ്ട് ഇടയായി തീർന്നത് എന്ന് സൂചിപ്പിച്ചതായുള്ള ഒരു ഭാഗം ഞാൻ അടുത്ത സമയത്ത് വായിക്കുകയുണ്ടായി. എങ്ങനെയാണ് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് തീരുവാനിടയാകുന്നത്? ദൈവം താലന്തുകളെ തരാത്തതായുള്ള ആരും തന്നെയില്ല. എല്ലാവർക്കും താലന്തുകൾ നൽകിയിട്ടുണ്ട്. എന്നാൽ നൽകിയിരിക്കുന്ന താലന്ത് ഏതൊക്കെ വിധത്തിൽ വിനിയോഗിക്കുവാനായിട്ട് നമുക്ക് സാധ്യമായിട്ട് തീരുന്നു എന്നതാണ് പ്രാധാന്യം അറിയിക്കുന്നതായുള്ള വസ്തുത. ആ താലന്തുകൾ ദൈവനാമഹത്തിനായി അനേകരുടെ നന്മയ്ക്കായി വിനിയോഗിക്കുവാനായിട്ട് നാം താല്പര്യപ്പെടുമ്പോൾ അത് അനുഗ്രഹമായിട്ട് തീരുന്നു. അനേകർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ്റെ കോണം ഇടയായിട്ട് തീരുകയും ചെയ്യുന്നു. ഡെസ്മൻഡ് ഡോസ് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു മനുഷ്യൻ അമേരിക്കയിലെ മെഡൽ ഓഫ് ഓണർ സ്വീകരിച്ചതായുള്ള മനുഷ്യൻ 1945 ഒക്ടോബർ 12 കാലാൾപ്പടയിലെ വൈദ്യരംഗത്ത് പ്രവർത്തിച്ചതായിട്ടുള്ള മനുഷ്യൻ. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒന്നും തന്നെ അവകാശപ്പെടുവാനായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്ന അദ്ദേഹം എപ്പോഴും ജീവിതത്തിൽ ആഗ്രഹിച്ചത്, ഞാൻ കാരണം ആരെയും കൊല്ലുവാനായിട്ടിടയായിട്ട് തീരരുത്. അങ്ങനെ പറയാനായിട്ടുള്ള കാരണം തൻ്റെ മുറിയിലെ പിതാവെ തൂക്കിയിട്ടിരുന്നതായുള്ളൊരു പടമുണ്ട്. ആ പടത്തിൽ കായൻ ഹാബേലിനെ കൊല്ലുന്നതായുള്ള പടമാണ് ഇട്ടിരിക്കുന്നത്. ഹാബേൽ കൊല്ലപ്പെട്ട് കിടക്കുന്നതായുള്ള അവസ്ഥയിൽ ശരീരത്തിൻ്റെ മുകളിൽ കയറുന്നതുകൊണ്ട് വെല്ലുവിളിക്കുന്നതായുള്ള കായനെയാണ് കാണാനായിട്ട് ആ പടത്തിൽ സാധിച്ചത്. അപ്പോൾ താൻ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് കായൽ ഹാബേലിനെ കൊന്നത്? ഈ ലോകത്തിൽ മനുഷ്യർക്ക് അന്യോന്യം കൊല്ലാതെ ജീവിക്കുവാനായിട്ട് കഴിയുകയില്ലേ? തൻ്റെ ദൈവകരങ്ങൾ തന്നെ സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പ്രതിജ്ഞ എടുത്തു, ഞാൻ മുഖാന്തരമായിട്ട് മറ്റൊരാൾക്ക് ദുഃഖമോ സങ്കടമോ വേദനയോ മരണമോ ഒന്നും ഉണ്ടാകുവാനായിട്ട് ഇടയായിട്ട് തീരരുത്. ആ ആളാണ് കാലാൽ പടയിൽ ചേർന്നിരിക്കുന്നത്. അങ്ങനെ അവരുടെ കൂടെ പ്രവർത്തിച്ചതായിട്ടുള്ള അവസ്ഥയിൽ വെടിയേറ്റ് വീണതായിട്ടുള്ള അനേകം ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ശുശ്രൂഷകളൊക്കെ നൽകുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. എന്നാൽ ഒരു പ്രത്യേക സ്ഥാനത്ത് മറ്റ് ആളുകളുമായുള്ള യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് ജയിക്കുവാനായിട്ട് സാധ്യതയുള്ള അവസരത്തിൽ അതിൻ്റെ പ്രധാനിയായിട്ടുള്ള മനുഷ്യനെ അവരെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ മുമ്പോട്ട് പോയി യുദ്ധം ചെയ്യണം. അത് കേട്ടതായുള്ള അവസ്ഥയിൽ ആരും മുന്നോട്ട് പോകുന്നതായിട്ട് കണ്ടില്ല. അപ്പോൾ ചോദിച്ചു, എന്താണ് നിങ്ങൾ മുമ്പോട്ട് പോകാത്തത്? നിങ്ങൾ മുമ്പോട്ട് പോയി യുദ്ധം ചെയ്യണമെന്നല്ലേ നിങ്ങളോട് പറഞ്ഞത്? അപ്പോൾ പറഞ്ഞു, ഈ ഡെസ്മൻഡ് ഡോസ് എന്ന് പറയുന്നതായുള്ള മനുഷ്യനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ ശേഷം ഞങ്ങളെല്ലാവരും കൂടെ മുന്നോട്ട് പോയി യുദ്ധം ചെയ്യുന്നതിനായിട്ട് താല്പര്യപ്പെടുകയാണ് എന്ന് പറയുകയുണ്ടായി. ജീവിതത്തിൻ്റെ ഒരു ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അവിടെ ദൈവത്തെ സാക്ഷിപ്പാൻ കൊണ്ട് നമുക്കിടയായിട്ട് തീരുന്നതായുള്ള രംഗങ്ങൾ ജീവിതത്തിൽ ഉളവാകേണ്ടത് ആവശ്യമാണ്. ദൈവം തന്നിരിക്കുന്നതായുള്ള കഴിവുകൾ, താലന്തുകൾ, ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തോടുള്ള വിധേയത്വം, ദൈവം ആഗ്രഹിക്കുന്നതായുള്ള വിനയം, ഇതെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് നാം പറയുന്നതായിട്ടുള്ള അവസരത്തിൽ മറ്റുള്ളവർക്ക് അത് വായിച്ചെടുക്കുവാനായിട്ട് കൂടി സാധ്യമായിട്ട് തീരണം. അതിനാവുന്ന ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ സമൂഹത്തിൻ്റെ മധ്യത്തിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ ദൈവം നമ്മെ പ്രകാശിപ്പിക്കുകയാണ്. ആ പ്രകാശം നമുക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് കൂടി നൽകാനായിട്ടുള്ള പ്രകാശമാണ്. അങ്ങനെ ലോകത്തെ പ്രകാശിതമാക്കി തീർക്കുന്ന ഒരനുഭവത്തിൽ ജീവിപ്പാനായിട്ടാണ് ഓരോരോ സ്ഥാനങ്ങൾ നമുക്കും ഇടയായിട്ട് തീരേണ്ടത്. ഇന്ന് ഇടവക ദിനമായിട്ട് കൊണ്ടാടുന്നതായിട്ടുള്ള അവസരം, 47ാമത്തെ ഇടവക ദിനത്തിൽ നമ്മളെല്ലാവരും വന്ന് സംബന്ധിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് എങ്ങനെയാണ് മറ്റുള്ളവരോട് ഈ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പ്രകാശത്തെ പകർന്നു കൊടുക്കുവാനായിട്ട് ഇടയാവുന്നത്? ഒരു മെഴുകുതിരി കത്തിച്ചിട്ട് വേറൊരു മെഴുകുതിരി കത്തിക്കുന്നത് കൊണ്ട് ഈ മെഴുകുതിരിയിലെ ദീപം അണയുന്നില്ല. ഈ മെഴുകുതിരിയും അതും കത്തുന്നതിനിടയായിട്ട് തീരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ദൈവത്തിന് വേണ്ടി കത്തി ശോഭിക്കുവാൻ്റെ കോണാണ് ദൈവം നമ്മെ ഓരോരോ സ്ഥാനങ്ങളിലാക്കിയിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് മേലധ്യക്ഷ സ്ഥാനത്ത് വന്നതിന് ശേഷം
അന്ന് എനിക്ക് ലഭിച്ചതായുള്ള മലബാർ പ്രദേശത്തുള്ള ഇടവകളിൽ സന്ദർശിക്കുന്നതായുള്ള അവസരത്തിൽ ഞാനൊരു ഇടവകയിൽ ചെന്നു. ഫോറസ്റ്റ് ഏരിയയാണ്. അവിടെ ചെന്നതായുള്ള അവസരത്തിൽ ഇടവക സന്ദർശനമൊക്കെ കഴിഞ്ഞപ്പോൾ അവിടുത്തെ വികാരിയച്ഛൻ എന്ന് പറഞ്ഞു, തിരുമേനി ഒരു ദിവസം ഈ ഇടവകയിൽ വീണ്ടും വരണം. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്തിനാ? ഞാനിപ്പോൾ വന്ന് പോകുന്നല്ല ഉള്ളൂ, പിന്നെയും വരണം എന്ന് പറയുന്നതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞങ്ങളുടെ ഈ ഇടവകയിൽ ഇന്ന സ്ഥലത്ത് താമസിക്കുന്നതായുള്ളൊരു ഇടവാംഗമുണ്ട്. ആ ഇടവാംഗത്തിൻ്റെ ജീവിതം കൊണ്ട് മറ്റൊരു കുടുംബവും കൂടി ഈ സഭയുടെ അംഗമായിട്ട് തീരുന്നതായിട്ടുള്ള അവസരമാണ്. അവരെ സഭയോട് ചേർക്കുവാൻ്റെ കൊണ്ടും തിരുമേനി തന്നെ വന്ന് സ്വീകരിക്കണം എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അത് കൂടുതൽ ആകാംക്ഷയായി, എന്താണ് കാര്യം എന്നത് ഞാൻ അവരുടെ ആരായുകയുണ്ടായി. അപ്പോൾ പറഞ്ഞു, ആ ഭവനത്തിന് തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു കൊല്ലൻ്റെ വീടാണ്. ആ വീട്ടിലെല്ലാം ഇപ്പോഴും ബഹളമാണ്. കാരണം കൊല്ലൻ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് തൻ്റെ വരുമാനമൊക്കെ കൊണ്ടുപോയി മദ്യപാനമൊക്കെ നടത്തി ജീവിതത്തെ നശിപ്പിക്കുന്നതായുള്ള സാഹചര്യമാണ്. വീട്ടിൽ വരുന്നതായുള്ള അവസരത്തിൽ ആകപ്പാടെ കോലാഹലമാണ്. എന്നാൽ ഈ കോലാഹലമുള്ളതായുള്ള ഭവനത്തിലിരുന്ന ഭാര്യയ്ക്ക്, ആ വീട്ടിലെ അമ്മയ്ക്ക് അടുത്തുള്ളതായുള്ള വീട്ടിലെ പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കുവാനായിട്ട് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം തന്നെ ആ വീട്ടിലെ ആളുകളോട് ചോദിച്ചു, ഞാൻ ഈ വരാന്തയിൽ വന്നിരുന്നുകൊണ്ട് നിങ്ങളുടെ പാട്ടുകളും നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായുള്ള പ്രാർത്ഥനയൊക്കെ കേൾക്കുന്നതിനായിട്ട് താല്പര്യമുണ്ട്, എന്നെ അനുവദിക്കുമോ? അവർ പറഞ്ഞു, എന്തിനാ വരാന്തയിലിരിക്കുന്നത്? നിങ്ങൾ കയറി അകത്ത് തന്നെ ഞങ്ങളുടെ കൂടെ ഇരുന്നു പാട്ടുകൾ പാടുകയൊക്കെ ചെയ്യാമല്ലോ. അങ്ങനെ അവരോട് കൂടെ ഇരുന്ന് പാട്ടുകളൊക്കെ പാടുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അത് എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു അനുഭവമായിട്ട് മാറി. ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയതായുള്ള അനുഭവത്തോടുകൂടി വീട്ടിൽ താമസിച്ചപ്പോൾ കള്ളു കുടിച്ച് മദ്യപാനിയായി വീട്ടിൽ വന്നുകൊണ്ടിരുന്നതായുള്ള കൊല്ലനെ അവളുടെ ജീവിതത്തിലെ വ്യത്യാസത്തെ കാണുന്നതിനായിട്ട് തുടങ്ങി. ആ വ്യത്യാസം കണ്ടതായിട്ടുള്ള അവസരത്തിൽ അദ്ദേഹം പറഞ്ഞു, എനിക്കും നിന്നെപ്പോലെ ഒന്ന് ജീവിതത്തിൻ്റെ രംഗത്തൊന്ന് മാറിയാൽ കൊള്ളാമെന്ന ആഗ്രഹമുണ്ട്, ഒരു വ്യത്യാസം വന്നാൽ കൊള്ളാമെന്ന ആഗ്രഹമുണ്ട്, ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകണമെന്നുള്ള ആഗ്രഹമുണ്ട്. എങ്ങനെയാണ് സാധിക്കുന്നത്? അവൾ പറഞ്ഞു, നിങ്ങളും എൻ്റെ കൂടെ ആ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് വന്നാൽ മതി എന്നത് പറയുകയുണ്ടായി. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആ വീട്ടിൽ പോയി അവരോടൊന്നിച്ച് പ്രാർത്ഥിക്കുന്നതായുള്ള രീതിയുണ്ടായി. അങ്ങനെ പ്രാർത്ഥിച്ചതായിട്ടുള്ള അവസരത്തിൽ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ പോകുന്നതായുള്ള പള്ളിയിൽ ഞങ്ങൾക്കും വരാനായിട്ട് അനുവദിക്കുമോ? അത് കേട്ടതായുള്ള അവസരത്തിലാണ് അച്ഛൻ എന്നോട് പറയുന്നത്, തിരുമേനി ഒരു ദിവസം ഈ പള്ളിയിൽ വീണ്ടും വരണം എന്നത്. അങ്ങനെ ഞാനവിടെ പള്ളിയിൽ പോവുകയും അവരെ ആ ഇടവകയിലെ അംഗങ്ങളാക്കി തീർക്കുകയും ചെയ്തു. ഒരു പ്രദേശത്തെ താമസിക്കുന്നതായിട്ട് നമുക്ക് നമ്മളുടെ ജീവിതത്തിൻ്റെ വെളിച്ചം എങ്ങനെയാണ് മറ്റുള്ളവർക്ക് നൽകിക്കൊടുക്കുവാൻ കഴിയുന്നത്? എങ്ങനെയാണ് നമ്മളുടെ ജീവിതം മുഖാന്തരമായിട്ട് മറ്റൊരു സമൂഹം, മറ്റൊരു കൂട്ടരെ ജീവിതത്തിന് പരിവർത്തനം ഉണ്ടാകുവാനായിട്ട് സാധിക്കും, വ്യത്യാസമുള്ളവരായിട്ട് തീരുവാനായിട്ട് ഇടയാവുന്നത്? അപ്രകാരമുള്ള ഒരു സാക്ഷ്യമുള്ള ജീവിതം നയിക്കുവാനായിട്ടാണ് ദൈവം നമ്മെ ഓരോരോ സ്ഥാനത്താക്കിയിരിക്കുന്നത്. ഇന്ന് ഫസ്റ്റ് കമ്മ്യൂണിക്കൻസിൻ്റെ സമർപ്പണ ശുശ്രൂഷയുടെ അവസരത്തിൽ അവർക്ക് വേദപുസ്തകം നൽകുക അല്ലല്ലോ ചെയ്തത്. അതോടൊന്നിച്ച് കത്തിച്ചതായിട്ടൊരു മെഴുകുതിരി നൽകുകയുണ്ടായി. ദൈവത്തിന് വേണ്ടി കത്തി എരിയുവാനായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാക്കണം എന്നാണ് അതിൻ്റെ എല്ലാം സൂചന തന്നെ. ദൈവം നൽകിയിരിക്കുന്നതല്ല പ്രകാശം, ജീവിതത്തിൻ്റെ സാക്ഷ്യം മറ്റുള്ളവർക്ക് നൽകിക്കൊടുത്ത് അവരെയും ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുന്നതിനും ദൈവം അവരെ ചേർത്ത് നിർത്തുന്നു എന്നുള്ള അനുഭവത്തിൽ അവർക്കും സഭയുടെ അംഗങ്ങളായിട്ട് തീരുന്നതിനും ഒക്കെ ഇടയായിട്ട് തീരുന്ന ഒരു സാഹചര്യമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. ദൈവത്തിൻ്റെ കൃപയാൽ മനോഹരമായിട്ടുള്ള ഈ ദേവാലയവും ഈ പരിസരവുമൊക്കെ സ്വന്തമാക്കി തീർക്കുന്നതിനായിട്ട് ഇടവയൊക്കെ തീർന്നു എന്നത് പല പ്രാവശ്യം പറഞ്ഞത് ഞാൻ കേൾക്കുകയുണ്ടായി. ഇതിനെല്ലാം ദൈവം ഈ രീതിയിലെല്ലാം ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നതായുള്ള അവസരത്തിൽ എങ്ങനെയാണ് ഈ ദേശത്തിന് അനുഗ്രഹമായി നമുക്ക് തീരുവാനായിട്ട് ഇടയാവുന്നത്? തീർച്ചയായിട്ടും ഓതറ പ്രദേശത്ത് സെൻറ്റ് പോൾസ് മാർത്തോമാ ഇടവക ഏറെ അനുഗ്രഹമായി തീരുവാനായിട്ടുള്ള ചുറ്റുപാടാണ് ദൈവം നൽകിയിരിക്കുന്നത്. അത് ശരിയായതും വിനിയോഗിക്കുന്നതിനും അനേകരെ ദൈവം നൽകിയിരിക്കുന്ന പ്രകാശത്തെ നൽകിക്കൊടുത്ത് പ്രകാശിതരാക്കി തീർക്കുന്നതിനും ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന ദൈവമക്കളായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുന്നതിനും നമ്മൾ മുഖാന്തരം ഇടയായിട്ട് തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ ഇടവദിനത്തിൽ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ തന്നെ ആശംസകൾ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ.